നമസ്കാരം. മരപ്പട്ടിക്ക് എന്താ ബുദ്ധിയും വിവരവും ഒന്നുമില്ലേ? കേരളം ഭരിക്കുന്നത് ആരാ എന്നറിയില്ലേ? നമ്മൾ ഭരിക്കുമ്പോൾ നമുക്കും പാർട്ടിക്കും വിട്ടാണോ പണിയുന്നത്? ഇതൊന്നും ശരിയല്ല, ശരിയായ കാര്യവുമല്ല. വേണ്ടി വന്നാൽ ഒരു മരപ്പട്ടി ബില്ല് വരെ കൊണ്ടുവന്ന് വരാൻ മടിക്കില്ല നമ്മൾ. രാജ്യത്ത് മരപ്പട്ടി ശല്യത്തിൽ വിലപിക്കുന്ന ഏക മുഖ്യമന്ത്രി മരപ്പട്ടികൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണിത്. മേശമേൽ ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെച്ചാൽ മരപ്പട്ടിയുടെ മൂത്രം കുടിക്കേണ്ട ഗതികെട്ട മുഖ്യമന്ത്രി. മരപ്പട്ടികൾ മുഖ്യനെ മൂത്രം കുടിയനാക്കുകയാണ്. ഇസ്തിരിയിട്ട ഉടുപ്പിൽ മരപ്പട്ടി മുള്ളുന്നതിൽ സഹികെട്ട് കരയുന്ന രാജ്യത്തെ ഏക മുഖ്യമന്ത്രി. എന്നാൽ പിന്നൊരു ബില്ലങ്ങ് കൊണ്ടുവന്നൂടെ, ഒരു മരപ്പട്ടി ബില്ല്. യൂണിവേഴ്സിറ്റികൾ ഗവർണർക്കുള്ള അധികാരം കവരാനും സഹകരണ മേഖലയിലെ വഴിവിട്ട രാഷ്ട്രീയ കളി തുടരാനും ലോകായുക്തയുടെ അധികാരം കവർന്ന് തന്റെയും മന്ത്രിമാരുടെയും കസേരയുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുമൊക്കെ എന്തിന് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ബില്ല് കൊണ്ടുവരാറുള്ള പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യത്തിനെതിരെ ബില്ല് കൊണ്ടുവന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എലിയും പല്ലിയും മരപ്പട്ടിയുമൊക്കെ തേയില റബ്ബർ തോട്ടങ്ങൾക്കും വനാധികൃതികളിലും നാട്ടിലുമൊക്കെ സർവ്വസാധാരണമാണ്. അതിനെയൊന്നും ജനം ഒരു ശല്യമായി കാണുന്നില്ല. അവ നമ്മൾക്ക് ശല്യമാകാതിരിക്കാൻ വേണ്ട മുൻകരുതൽ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതാണ് ജനങ്ങളെല്ലാം ചെയ്യാറുള്ളത്. ഇസ്തിരിയിട്ട ഉടുപ്പിൽ മുള്ളിയ മരപ്പട്ടിയെ പോലും സഹിക്കാനാവാതെ കുരയ്ക്കുന്ന മുഖ്യമന്ത്രിക്ക് വന്യജീവി ആക്രമണത്തിൽ ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന മലയോര ജനതയുടെ വേദന അറിയുമോ? അതറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? തേച്ചു മടക്കിയ ഷർട്ടിൽ ഒരൽപ്പം മൂത്രം വീണപ്പോൾ മേലാകെ പുള്ളിയ മുഖ്യമന്ത്രി ജനങ്ങൾ അനുഭവിക്കുന്ന കാട്ടുമൃഗശല്യത്തിന്റെ ഒരംശം പോലും സഹിക്കുന്നില്ലെന്ന് ഓർമ്മ വേണം. വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നത് തടയാനോ വനവകുപ്പ് വേണ്ടത് ചെയ്യുമെന്ന ലാഘവത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രി മന്ത്രിമന്ദിരത്തിലെ കേവലം മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് കരയുന്നതാണ് കഷ്ടം. അരക്കോടിക്കടുത്ത് ഖജനാവിലെ പാവങ്ങളുടെ പണം ചിലവഴിച്ച് മന്ത്രിമന്ദിരങ്ങൾ നവീകരിച്ച ശേഷമാണ് ഈ വിലാപമെന്നും ഓർക്കണം. ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യം മൂലം വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വയ്ക്കാനോ വെള്ളം തുറന്നു വെക്കാനോ കഴിയാത്ത അവസ്ഥയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നീന്തൽക്കുളം പണിയാനും തൊഴുത്ത് നിർമ്മിക്കാനും എന്തിന് പശുക്കളെ പാട്ട് കേൾപ്പിക്കാനുമൊക്കെ പല വക എഴുതി ലക്ഷങ്ങൾ വാങ്ങി ചിലവഴിച്ച മുഖ്യമന്ത്രിക്ക് എന്തേ ക്ലിഫ് ഹൗസിലെ തട്ടിൻപുറത്തേക്ക് മരപ്പട്ടി കയറുന്ന ഒരു ഓട്ടയടക്കാൻ കഴിഞ്ഞില്ലേ? ജനങ്ങൾ പേറുന്ന കാട്ടുമൃഗശല്യത്തിന്റെ ഒരംശം പോലും മരപ്പട്ടികളെ കൊണ്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇന്ന് സഹിക്കുന്നില്ല എന്ന് മറക്കരുത്. ഇസ്തിരിയിട്ട ഉടുപ്പിൽ മുള്ളിയ മരപ്പട്ടിയെ പോലും സഹിക്കാനാവാത്ത മുഖ്യമന്ത്രി ഒരു കാര്യം തിരിച്ചറിയണം. വന്യജീവി ആക്രമണങ്ങൾ ഏത് സമയവും പ്രാണനഷ്ടമാകുമെന്ന ആശങ്കയിൽ കഴിയുന്ന മലയോര ജനതയുടെ നൊമ്പരം, അവർ പേരുന്ന ദുരിതങ്ങൾ, താൻ ഭരിക്കുന്ന ജനതയുടെ കഷ്ടതകളും വേദനകളും തിരിച്ചറിയണം. ഇത് നിങ്ങൾക്കതിനാവില്ല. കാരണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായി, പിണറായിസം എന്ന മുതലാളിത്ത കൂട്ടുകെട്ടിന്റെ അമരക്കാരനായി. അതിനാലാണ് തേച്ചു മടക്കിയ ഷർട്ടിൽ ഇത്തിരി മരപ്പട്ടിയുടെ മൂത്രം വീണപ്പോൾ മേലാകെ പൊള്ളിപ്പോയത്. മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ലക്ഷങ്ങളാണ് ഇതിനകം അനുവദിച്ചിട്ടുള്ളത്. ആ ഉടയാത്ത ഷർട്ടിന്റെ വിലയെങ്കിലും ലക്ഷക്കണക്കിന് മലയോര ജനതയുടെ ജീവനും സ്വത്തിനും ദാനം ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ തീരാദുരിതമായ വന്യജീവി ആക്രമണത്തിന് പണ്ടേ പരിഹാരമായേനെ. വന്യജീവികളുടെ ആക്രമണം ഭയക്കാതെ സുരക്ഷിത കേന്ദ്രങ്ങളിലിരിക്കുന്ന അധികാരികളും ഉദ്യോഗസ്ഥരും കാപട്യം നെഞ്ചിലെത്തിയ മൃഗസ്നേഹികളും ചേർന്ന് മലയോരത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യജന്മങ്ങളെ വന്യജീവികൾക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. മരപ്പട്ടിയല്ല, നെഞ്ചിൽ ചവിട്ടിക്കൊന്നും കൊമ്പിൽ തൂക്കിയെറിഞ്ഞും മനുഷ്യനെ കടിച്ചു കീർത്തുന്നുമൊക്കെ കൊലവിളി നടത്തുന്ന കാട്ടാനയും കടുവയും പുലിയുമൊക്കെയാണ് ജനം ഭയക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയണം. ജനത്തിന്റെ നികുതി പണം കൊണ്ടു തീർത്തത് നിങ്ങൾ ഉറങ്ങുന്ന ബംഗ്ലാവുകളല്ല, നഷ്ടകൃഷിയിൽ ബാക്കി വെച്ചും വായ്പയെടുത്തും പണിത വീടുകളാണ് ആനകൾ തകർക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെയോ അവരുടെ വീട്ടുകാരെയോ സ്വന്തക്കാരെയുമല്ല വന്യജീവികൾ കൊല്ലുന്നത്. ലക്ഷക്കണക്കിന് തൊഴുത്തുകളിൽ പാട്ടുകൾ വരെ കേൾപ്പിച്ച് നേരം പോക്കിനായി വളർത്തുന്നവയല്ല, കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പിനായി വളർത്തുന്ന ആടിനെയും പശുവിനെയും ഒക്കെയാണ് വന്യജീവികൾ കൊന്നു തിന്നു തീർക്കുന്നത്. കർഷകരുടെ അന്നത്തെ കഷ്ടിക്കുള്ള കൃഷിയിടങ്ങളാണ് ചവിട്ടി മെതിക്കുന്നത്. മലയോരങ്ങളിൽ വീഴുന്നത് മരപ്പട്ടിയുടെ മൂത്രമല്ല, മനുഷ്യന്റെ ചോരയാണ്. തകർത്തെറിയപ്പെടുന്നത് പല മനുഷ്യരുടെയും കുടുംബവും സ്വപ്നങ്ങളുമാണ്. കാട് നിറഞ്ഞ് നാട്ടിലെത്തിയ മൃഗങ്ങളെ മറ്റു രാജ്യങ്ങളിൽ എന്ന പോലെ കൊന്നു നിയന്ത്രിക്കാനല്ലാതെ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടിരുന്നാൽ മരപ്പട്ടി തടയാനാവില്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. കഴിഞ്ഞ 8 വർഷത്തിനിടെ 1000-നടുത്ത് മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടാവാത്ത മനോവേദന ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി മുള്ളിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായി. മരപ്പട്ടി വാസമുറപ്പിക്കുന്ന ആദ്യ വീടല്ല ക്ലിഫ് ഹൗസ് എന്നത് പിണറായിസം തലക്കി പിടിച്ചതോടെ പിണറായി വിജയൻ മറന്നു. കേരളത്തിൽ നഗര ഗ്രാമ വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാ ഓഫീസുകളിലും വീടുകളിലും മരപ്പട്ടി ശല്യം പതിവ് സംഭവമാണ്. മരപ്പട്ടി മാത്രമല്ല, കീരിയും മുള്ളൻ പന്നിയും ഉടുമ്പും വിഷംപാമ്പുകളെല്ലാം ചേർന്ന ക്ഷുദ്രജീവികൾ സംസ്ഥാനത്ത് പെരുകിയിട്ടുണ്ടെന്നും തിരിച്ചറിയണം. ഇവയൊക്കെ ഇപ്പോഴാണ് മുഖ്യമന്ത്രിയെ പോലുള്ള അധികാര കസേരയിലിരിക്കുന്ന മേലാളന്മാർക്ക് ശല്യമാകുന്നത്. ഇവയൊക്കെ നിയന്ത്രിക്കാൻ വീടുകൾ പുതുക്കി പണിതാൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. നാട് നിറഞ്ഞ തെരുവ് പട്ടികളും അവയിലെ പേപ്പട്ടികളും മഹാദുരന്തമായിട്ട് കൂടി ജനങ്ങൾ പ്രതികരിക്കാത്തതും കോടതികളിൽ പോകാത്തതും പറഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ലെന്ന തിരിച്ചറിവ് കൊണ്ടാണെന്നും ഓർക്കണം.
കാട്ടുമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്ന ജനങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ മരപ്പട്ടിയെ കണ്ട് പേടിച്ച് കുരയ്ക്കരുത്. ആ കുരയും കരച്ചിലും ജനത്തിന് നാണക്കേടാണ്. നന്ദി.